വാഹന വിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഡ്രീം ഡ്രൈവിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡ്രീം ഡ്രൈവിൽ നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് വ്യത്യസ്തതയാർന്ന വാഹനങ്ങളാണ്, മോഡിഫൈഡ് കാറുകൾ. അത് എല്ലായ്പ്പോഴും വാഹനപ്രേമികൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ്. ഒരുപക്ഷെ യുവത്വത്തിൻ്റെ തുടിപ്പ് തന്നെയാണ് ഒരു മോഡിഫൈഡ് കാറ് സ്വന്തമാക്കി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യൂത്താണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മൾ മലയാളത്തിൽ പറയുന്ന, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞിരുന്ന യൂത്തൻ എന്ന് പറയുന്ന ഒരു വളരെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കാറും വന്നിട്ടുണ്ട്. വളരെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഹായ് ബ്രോ. ഹായ്, എന്താ പേര്? എൻ്റെ പേര് കിരൺ വിന്നി. എത്ര നാളായി ഈ ഒരു ക്രേസ് തുടങ്ങിയിട്ട്? അല്ല, ഇത് ഞാൻ കൊച്ചുനാട് തൊട്ടേ ഉള്ളതാണ്. കൊച്ചുനാൾ തൊട്ടേ? അതെ. പൊളി. ഇത് ഈ വണ്ടി ആയിട്ട് എത്ര വർഷമായി? ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു 4 years ആയി കാണും. 4 വർഷത്തോളമായി. എന്താ ചെയ്യണേ? ഞാനിപ്പോൾ ട്രിനിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ DJ ആണ്. അടിപൊളി. അപ്പോൾ മൊത്തത്തിൽ ആണ് അല്ലേ? സൂപ്പർ. 1989 മോഡലാണ് ഈ കാണുന്ന ജൈജാൻറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഇത്രയും മോഡിഫൈഡ് ചെയ്ത ഈ ജിപ്സി. ഇത് 410 ആണ്. നമ്മൾ ഇപ്പോഴുള്ള ജിപ്സി 413 ആണ്. അതായത് 4 സിലിണ്ടർ 1300 cc. ഇത് 1000 cc വാഹനമാണ്. അതുകൂടാതെ തന്നെ 4 സിലിണ്ടർ വാഹനം തന്നെയാണ്. 410 എന്ന് പറയും, ജിപ്സി 410. അതാണ് നമ്മൾ ഈ കാണുന്ന വാഹനം. ഞാൻ ഈ കൈ വെച്ചിരിക്കുന്ന ഹുഡിൻ്റെ പോർഷൻ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ നിന്ന് ഇത്രയും ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുവന്ന് വളരെയധികം കസ്റ്റം മെയ്ഡായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു മസ്കുലിയൻ ലുക്ക്. എന്തായാലും നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ഇതിൻ്റെ ഓണർ. അവരെ കണ്ടാൽ തന്നെ അറിയാം ഇവർ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ക്രേസിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി ആഗ്രഹിക്കുന്ന യുവത്വം എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു തുടിപ്പുണ്ട്, ഒരു തിളപ്പുണ്ട്. അത് എങ്ങനെ കാണിക്കാം? അത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിലാണെങ്കിലും വണ്ടിയുടെ അപ്പിയറൻസിലൊക്കെ ആണെങ്കിലും നമുക്കത് കാണാൻ പറ്റും. അത്രത്തോളം ഒരു വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹുഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഹെഡ് ലാമ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിറയെ LED ലൈറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റും. LED ഹെഡ് ലാമ്പാണ് 2 സൈഡിലും നൽകിയിരിക്കുന്നത്. ഗ്രില്ല് നമുക്ക് ആക്ച്വലി അവർ ഈ പറയുന്ന നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഈ ജിപ്സിയുടെ ഒരു ഗ്രില്ല് തന്നെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നേരെ ബമ്പറിലേക്ക് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാം പാർക്ക് ലൈറ്റ്സ് ഉൾപ്പെടെ LEDയും റിഫ്ലക്റ്റേഴ്സ് അതുപോലെ കീപ്പ് ചെയ്തിട്ട് അതും ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫ്രണ്ട് ബമ്പറും കൂടെയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്നോർക്കിൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ റാംബോ മൂവികളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്നോർക്കിളാണ്. ഇത് എന്താണ് ഇതിൻ്റെ പേർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമല്ല. ഒരുപക്ഷെ നമ്മൾ ഈ വാഹനവുമായിട്ട് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ ഇത്രയും പോർഷൻ വരെയും വെള്ളം മുങ്ങിയാലും വാഹനം എയർ എടുത്തിട്ട് വാഹനം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു വെള്ളത്തിലൂടെ പോലും ചീറിപ്പാഞ്ഞ് കയറിപ്പോകാൻ കഴിയുന്ന, ഇത്രത്തോളം മുങ്ങിയാലും കയറിപ്പോകാൻ കഴിയുന്ന ഒരു ഫീച്ചർ നൽകുന്ന ഒരു സ്നോർക്കിൾസ് ആണ് നമ്മൾ ഈ കാണുന്നത്. 10J അലോയ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10J എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ വിഡ്ത്താണ്. അത് കൂടാണ്ട് 15 ഇഞ്ചസിൻ്റെ അലോയ്സ് ആണ്. അതിൽ തന്നെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോർമൽ അലോയ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് റോഡർ ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പുകൾ പോകുമ്പോൾ അത് ചിലപ്പോൾ ബ്രേക്കായി പോകാനുള്ള സാധ്യതകളുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ റിംസ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ വളരെ സ്ട്രോങ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ റിമ്മാണ് ഈ വാഹനത്തിൻ്റെ അലോയ്സിൽ നൽകിയിരിക്കുന്നത്. 15 ഇഞ്ചാണ് ഈ വാഹനത്തിൻ്റെ അലോയ്സിൻ്റെ സൈസ്. അത് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. ഇനി ഈ വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത്, നമുക്ക് ആദ്യമേ കാണാൻ കഴിയുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കേർട്ടിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ബ്ലാക്ക് സ്കേർട്ടിങ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടുള്ള ഒരു സ്കേർട്ടിങ് ആണ്. സപ്പോസ് ഈ പറഞ്ഞ റാമ്പിങ് ചെയ്യുന്ന സമയത്ത്, റാമ്പിൽ വണ്ടി കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ജമ്പ് ചെയ്യുന്ന സമയത്തോ ലാൻഡ് ചെയ്യുന്ന സമയത്തോ ഒക്കെ മൺതിട്ടകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എവിടെയെങ്കിലും വാഹനം തട്ടുകയാണെങ്കിൽ തന്നെ ബോഡി പോർഷനിൽ യാതൊരുവിധ പ്രോബ്ലമും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട് വർക്ക് ചെയ്യാനാണ് ഈ റാമ്പ്. നോർമലി നമുക്കറിയാം ജിപ്സിക്ക് മേടിക്കുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു
സൈഡിലും നമുക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്സ് ഒന്നും അവൈലബിൾ അല്ല. ഇത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അല്പം കൂടെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കിട്ടത്തക്ക രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു സ്കേർട്ടിങ്ങും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത് എല്ലാ യൂത്തിൻ്റെയും വാഹനങ്ങളിൽ കാണുന്ന ഒരു സാധനമാണ് ഒരു ലോഗോ. നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്രീൻ കളർ, ഗ്രീൻ ആൻഡ് ബ്ലാക്കിൽ ഒരു കിടില ഒരു ബുള്ളിൻ്റെ, അതായത് എന്ത് വന്നാലും ഏത് ഒരു പ്രതിസന്ധിയെ ഇടിച്ച് തകർത്ത് അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ദുർഘടമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യുവത്വമാണ് എന്ന് വാഹനത്തിന് നമുക്ക് കാണിക്കത്തക്ക ആ വാഹനത്തിൻ്റെ സ്ട്രെങ്ത് എന്താണോ ആ ഒരു സ്ട്രെങ്ത് പുറത്തു കൊണ്ടുവരുന്ന രീതിയിലൊരു ലോഗോയും ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹാർഡ് ടോപ്പ് ജിപ്സിയാണ്. ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നും പിന്നിൽ നിന്നും നോക്കുമ്പോഴും നമുക്ക് ഈ വാഹനത്തിൽ കുറേ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു ക്യാബിൻ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാബിനാണ്. നമുക്കത് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തതയോടും കൂടെ കാണാൻ കഴിയുന്നത്. പിന്നെ അത് കൂടാണ്ട് തന്നെ നമുക്ക് കാണാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്സ് ആണ് ഈ വാഹനത്തിന്. അതായത് ട്രാക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ തന്നെ, എന്തെങ്കിലും ഒരു കൊളിഷൻ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് മാക്സിമം ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ഇഞ്ചും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ലുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പരിക്കൻ ലുക്കിലേക്ക്, ഒരു റഫ് ആൻഡ് ടഫ് ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഈ പറയുന്ന റിസർവ് വീലുണ്ട്. ആ റിസർവ് വീലിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ലോഗോയും കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിലെ സ്പോയിലർ അല്ലെങ്കിൽ ഈ പറയുന്ന സൈലൻസറിൻ്റെ ആ ഒരു പോർഷനിൽ യാതൊരു രീതിയിലുള്ള ചേഞ്ചസും കൊണ്ടുവരാതെ വാഹനം മേടിച്ചപ്പോൾ എന്താണോ ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ആദ്യം വന്ന് കയറി ഇരിക്കുമ്പോൾ നമുക്കൊരു ചെയ്യുന്നൊരു ഫീലിംഗ്, ഈ സീറ്റിൽ അത്ര ഒരു പരുക്കൻ ആവശ്യകത ഇല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. കാരണം നോർമലി ഉള്ള ജിപ്സിയിലുള്ള ഒരു പരുക്കൻ സീറ്റ്സ് ആണ് നോർമലി അറിയാം ഹാർഡ്. ഇത് കൂടുതലും മിലിറ്ററി പർപ്പസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. ഇതൊരു ടോട്ടലി ജാപ്പനീസ് പ്രൊഡക്ഷനിലുള്ള ഒരു വാഹനമാണ്. അതിൻ്റെ കുഷൻ വന്നിട്ട് വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു പൊതിഞ്ഞു വെക്കുന്ന ഒരു ഫീലിലേക്കുള്ളൊരു കുഷനായിട്ട് ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് മാറ്റിയിട്ടുണ്ട്. മറ്റൊന്ന് ഈ പറയുന്ന വാഹനത്തിൻ്റെ ഈ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴുള്ളത് അതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ബോക്സ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻ ചെയ്ത് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ എനിക്ക് മനസ്സിലായത് ഈ വാഹനത്തിൻ്റെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഷാഫ്റ്റിൻ്റെ ലെങ്ത് കൂട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നോർമലി അറിയാം നമുക്ക് ജിപ്സിക്ക് ഒരു പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനമല്ല ജിപ്സി. എന്നാൽ ഇതിനൊരു പവർ സ്റ്റിയറിംഗിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് അത്തരത്തിലുള്ള ഒരു ചെറിയ മോഡിഫിക്കേഷൻ നൽകിയത് സഹായകരമായിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ എൻജിൻ പോർഷനിലും കുറച്ചും കൂടെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിന്റെ NGK ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ആണ് ഈ വാഹനത്തിന് അപ്ഗ്രേഡേഷൻ ചെയ്യാനായിട്ട് നൽകിയിട്ടുള്ളത്. അത് ആക്ച്വലി ഈ വാഹനത്തിന്റെ പെർഫോമൻസിനെ മാക്സിമം ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വാഹനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സൺറൂഫ് ചെയ്തിട്ടുണ്ട് വാഹനത്തിന്. അത് കൂടാണ്ട് തന്നെ നമുക്ക് പിൻ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു 1.5 ഇഞ്ചസിന്റെ നല്ല പൈപ്സ് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു സ്പെഷ്യൽ ക്യാബിൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അഡീഷണൽ ആയിട്ട്. ആ ഒരു ക്യാബിൻ ഈ റോൾ ഓവർ ചെയ്യുമ്പോൾ വാഹനം എങ്ങാനും മറിയുകയാണെങ്കിൽ കൂടെയും ട്രാവലേഴ്സിനുള്ള അതിനൊരു സേഫ്റ്റി കേജ് എന്ന് തന്നെ പറയാൻ പറ്റും. ആ സേഫ്റ്റി കേജ് ആയിട്ടാണ് ആ ഒരു പോർഷൻ, ആ പൈപ്പിംഗ് ഫുള്ള് വരുന്നത് കൊണ്ട് തന്നെ വാഹനം ഒരുപക്ഷെ മറിഞ്ഞു വീഴുകയാണെങ്കിൽ തന്നെ ഒരു ഹൈ റേഞ്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണിക്കിടയിൽ മറിഞ്ഞു വീഴുകയാണെങ്കിൽ തന്നെ ട്രാവലേഴ്സിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ അത്തരത്തിലുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം കെൻവുഡിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി നമ്മുടെ ഗിയർ ഷാഫ്റ്റും മറ്റു കാര്യങ്ങളും നോക്കിയാൽ ബൈ ഡിഫോൾട്ട് ഉള്ളതുപോലെ തന്നെയാണ്. ഒരു 4 വീൽ ഡ്രൈവും അതുപോലെ തന്നെ ഒരു 2 വീൽ ഡ്രൈവും നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ്. എപ്പോഴാണോ നമുക്ക് പവർ വേണ്ടത് ആ സമയം 4 വീലറോട്ട് മാറ്റിയിട്ട് അഡ്വഞ്ചറസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. പവറിൻ്റെ കാര്യത്തിലും മറ്റതിലും കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി അല്ലെങ്കിൽ ട്രാവൽ ആഗ്രഹിക്കുന്ന ഏതൊരു വാഹന പ്രേമിക്കും ഒരു ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിലാണ്. എന്നാൽ പബ്ലിക്കിനെ അത്രയ്ക്കും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ആണ് മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ വാഹനം. വെൽക്കം ടു സെലിബ്രിറ്റി സെഗ്മെന്റ്.
നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ പ്രൊഫസർ അലിയാർ. ഞാൻ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുന്നത് ഒരു കാർ വാങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. 1990 അവസാനം 91 കാർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. പ്ലാറ്റ്ഫോം ഗിയറുള്ള ഒരു അംബാസഡർ വണ്ടിയാണ് ഞാൻ ആദ്യം വാങ്ങാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ഗിയറുള്ള ഒരു അംബാസഡർ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിച്ചു. ഒരു മാസക്കാലത്തോളം ഡ്രൈവിംഗ് പഠിച്ചു, ടെസ്റ്റ് നടത്തി, ലൈസൻസും കരസ്ഥമാക്കി. ഇതേസമയം ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി KLM 3600 എന്ന് പറയുന്നൊരു വണ്ടി കണ്ടെത്തി, അത് വാങ്ങി. ആ വണ്ടിയുടെ ബോഡി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. മെറ്റഡോർ ഡീസൽ എഞ്ചിൻ കയറ്റാനായിരുന്നു പരിപാടി. അങ്ങനെ പുതിയ മെറ്റഡോർ ഡീസൽ എഞ്ചിൻ വാങ്ങി വണ്ടി റെഡിയാക്കി നിരത്തിലിറക്കി. ആദ്യം തന്നെ ഞാനൊരു ഡ്രൈവറെ വെച്ചിരുന്നു. ഡ്രൈവറുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരിക്കൽ ഞാൻ സംസ്കൃത കോളേജ് വരെ വണ്ടി സുഖമായിട്ട് ഓടിച്ചു പോയി. മറ്റൊരവസരത്തിൽ ഞാൻ നാഷണൽ ഹൈവേ കൂടെ വണ്ടി ഓടിക്കുകയായിരുന്നു. ഡ്രൈവർ എൻ്റെ ഇടതുവശത്ത് ഇരിപ്പുണ്ട്. എൻ്റെ വണ്ടിയുടെ മുമ്പേ പോയ ട്രാൻസ്പോർട്ട് ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. നമുക്ക് ഈ പരിചയക്കുറവുകൊണ്ട് പെട്ടെന്ന് ഞാൻ ബ്രേക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം എൻ്റെ അടുത്തിരുന്ന ഡ്രൈവർ എൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ തന്നെ ബ്രേക്ക് ചവിട്ടി വണ്ടി നിന്നു. തൊട്ടില്ല എന്ന മട്ടിൽ വണ്ടി നിന്നു. ഞാൻ പിന്നെ മാറി, ഡ്രൈവർ ഓടിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ വണ്ടി ഓടിച്ചിട്ടില്ല. കാരണം ഇതൊരു പരിചയത്തിൻ്റെയും മനസാന്നിധ്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രശ്നം കൂടിയാണ്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ വാഹനം ഓടിച്ചിട്ടില്ല. ഡ്രൈവറെ വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അതൊരു രസകരമായ ഒരു അനുഭവമാണെന്ന് തോന്നുന്നു. 1982-83 കാലത്ത് ഞങ്ങളന്ന് സൗവർണിക എന്ന് പറയുന്ന നാടകം ധാരാളമായി കേരളത്തിലുടനീളം അവതരിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. ആ നാടകത്തിലെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് സംഗീതം. അദ്ദേഹം ആദ്യ അവസാനം സ്റ്റേജിൻ്റെ അരികിലുണ്ടാവും. നടൻ മുരളി അഭിനയിക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീം അംഗങ്ങളെല്ലാം ഉണ്ട്. സൗവർണിക എന്ന് പറയുന്ന നാടകം തൃപ്രയാറിലാണ് നാടകം കളിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടുന്ന് രാവിലെ പുറപ്പെട്ടു. പക്ഷേ പട്ടണക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു സ്കൂൾ കുട്ടി വാനിന് കുറുകെ എടുത്ത് ചാടിയിട്ട് മറിഞ്ഞു വീണു. കാര്യമായ അപകടം സംഭവിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ എല്ലാം കൂടെ ചാടി ഇറങ്ങി കുട്ടിയെ കൊണ്ട് അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. മറിഞ്ഞു വീണ് ഒന്ന് രണ്ടിടത്ത് തൊലി പോയിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ഡോക്ടറാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ നാടകം തൊഴിലായി സ്വീകരിച്ച് നടക്കുന്നവരല്ല, എല്ലാവർക്കും ജോലിയുള്ളവരുമൊക്കെയാണ്. ഒരു കൗതുകത്തിന് വേണ്ടി, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നാടകം കളിക്കാൻ പോകുന്നവരാണ്. എങ്കിലും ഈ കുട്ടിക്ക് എന്തെങ്കിലും ചികിത്സയും സഹായവും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ കുട്ടിയുടെ ബന്ധുക്കളും ചില ആളുകളും എല്ലാം കൂടെ വന്നിട്ട് 3000 രൂപ തന്നാലേ നിങ്ങളെ വിടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേളം ഉണ്ടാക്കി. ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ വാക്ക് തർക്കവും. പിന്നെ കുട്ടിയുടെ ബന്ധുക്കളെ ഒരമ്മാവൻ്റെ സ്കൂൾ അധ്യാപകരുണ്ട്, അദ്ദേഹം വരണം. ഇങ്ങനെ പറഞ്ഞു വളരെ താമസിച്ചു ഞങ്ങൾ അവിടുന്ന് പുറപ്പെടാൻ. ചുരുക്കം 7 മണിക്ക് നാടകം വെച്ചിരിക്കുകയാണ് തൃപ്രയാർ. ഞങ്ങൾ 7 8 ഏകദേശം 9 മണിയോടടുക്കുന്നു ഞങ്ങൾ തൃപ്രയാറിലെത്തുമ്പോൾ. അപ്പോഴേക്കും നാടകം ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് സംഘാടകർ, പ്രേക്ഷകരെ എല്ലാം, ടിക്കറ്റ് എടുത്ത് വന്നവരെല്ലാം പിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് ഞങ്ങൾ ചെന്നിറങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇവന്മാർ നാടകക്കാരാണ്, കഥയുണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കയ്യേറ്റം ചെയ്യാനുമൊക്കെ ചെറിയൊരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ സംഘാടകർ ഇടപെട്ട് അത് കുഴപ്പമില്ലാതെ പര്യവസാനിച്ചു. പിന്നീട് ഒരിക്കൽ ഞങ്ങൾ അവിടെ പോയി നാടകം കളിക്കുകയും നല്ല രീതിയിൽ തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ ഈ നാടക സംഘവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില രസകരമായ യാത്രകൾ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കുറച്ച് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷമെന്ന് പറയുന്നത് എല്ലാ താരങ്ങളുമായും സഹകരിച്ച് പ്രവർത്തിക്കാനും ചിത്രങ്ങളിൽ അഭിനയിക്കാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അത് ഒരു സൗഹൃദത്തിൻ്റെ വലിയ അന്തരീക്ഷമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നത് നടന്മാരുടെ കൂട്ടത്തിൽ
പപ്പേട്ടൻ, കുതിരവട്ടം പപ്പു, മഹാനായ നടനാണ്. അദ്ദേഹവും അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ ചിലപ്പം ഏതാനും ദിവസങ്ങളിൽ ഞാനും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് ഡബ്ബിങ്ങിന് വന്നാലും ചിലപ്പോൾ എന്നെ വിളിക്കും. ഞങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും സെറ്റിലുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ കൂടെ കാറിൽ കൂട്ടിക്കൊണ്ടു പോകും. വലിയ ഭക്ഷണപ്രിയനാണ്. ഏതെങ്കിലും നഗരത്തിലോ നഗരപ്രാന്തങ്ങളിലോ അല്ലാതെ ഗ്രാമാന്തരീക്ഷത്തിലൊക്കെ എവിടെയെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം ചില കടകൾ കണ്ടുവയ്ക്കും, ചെറിയ കടകൾ. അവിടെ കിട്ടുന്ന നല്ല ഭക്ഷണം എന്താണെന്ന് നോക്കി വയ്ക്കും. പലപ്പോഴും എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ നല്ല ഭക്ഷണമൊക്കെ വാങ്ങിത്തരും. അപ്പോൾ അദ്ദേഹമായിട്ട് അങ്ങനെ ഒരുപാട് സിനിമകളുടെ സമയത്ത് ഒന്നിച്ചു പോകാനും സൗഹൃദം പങ്കുവയ്ക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നേക്കാൾ എത്രയോ സീനിയറായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും തിരക്കേറിയ ഒരു കൊമേഡിയനായിരുന്നു. നല്ല ആർട്ടിസ്റ്റ്, നല്ല മനസ്സിനുടമ. മറ്റൊരു സന്ദർഭത്തിൽ പല പ്രാവശ്യവും മമ്മൂട്ടിയോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും അവിസ്മരണീയമെന്ന് പറയാവുന്ന ഒരു അനുഭവം ഞങ്ങൾ വിധേയൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കർണാടകയിലായിരുന്നു, പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഒരുപാട് താരങ്ങളൊന്നുമില്ല. മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ താരങ്ങളായിട്ട് അധികം ആളുകളൊന്നുമില്ല. ഗോപകുമാർ ഉണ്ട്, ഞങ്ങളുടെ നാടക സംഘത്തിൽ തന്നെ MK ഗോപാലകൃഷ്ണനുണ്ട്, ഞാനുണ്ട്, PC സോമനുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. രാത്രി അധികം ഷൂട്ടിങ്ങും ഇല്ല. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ പട്ടേലരുടെ വീടും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. അത് മെയിൻ റോഡിൽ കുറേ വണ്ടി ഓടിച്ചു പോകണം. മമ്മൂട്ടി അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു 118 NE എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഈ വണ്ടിയിൽ സ്ഥിരം യാത്രക്കാർ ഞാനും ഗോപകുമാറുമാണ്. MR ഗോപകുമാറും ഞാനും ഈ വണ്ടിയിലുണ്ടാവും. രാവിലെയും വൈകിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര. വൈകുന്നേരങ്ങളിൽ മടങ്ങി വരുമ്പോൾ രസകരമായൊരു അനുഭവം, ഒരു വലിയ പുഴ ഈ റോഡിനരികിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഞങ്ങളതൊരു പ്രത്യേക സ്ഥലത്ത് ഇറങ്ങി വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യയോടടുക്കും. അവിടെ ഇറങ്ങി നല്ല കുശാലായിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ പോരുന്നത്. 2-3 ദിവസം അവിടെ ഇങ്ങനെ നോക്കിയപ്പം സ്ഥിരമായിട്ടൊരാൾ അവിടെ ഇരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ അയാൾ ബധിരനും ഊമയുമാണ്. അങ്ങനെ ഒരാൾ അവിടെ മിക്കവാറും സമയം കാണും. അപ്പോൾ അവസാനം ഞങ്ങൾ കുളിക്കുന്ന കടവിന് പൊട്ടൻകടവ് എന്ന് പേരുമിട്ട് മിക്ക ദിവസങ്ങളിലും അവിടെ ഇറങ്ങി കുളിച്ചിട്ട് പോരുന്ന രസകരമായൊരു ഓർമ്മ എനിക്കുണ്ട്. അദ്ദേഹം ഡ്രൈവിങ് വലിയ ഹരമായിട്ടുള്ള ഒരാളാണ് മമ്മൂട്ടി. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നതും രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. നടൻ മുരളി ആധാരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആ പടത്തിൽ 2-3 സീനിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിലമ്പൂരായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. ഒരു ദിവസം മുമ്പേ ഞാൻ നമ്മുടെ താമസമായി. കാരണം കിരീട ഉണ്ണിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉണ്ണിയുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. ലോഹിതദാസാണ് അത് എഴുതിയിരിക്കുന്നത്, കിത്തു സംവിധാനം. ഞങ്ങളൊരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാനും മുരളിയും കൂടി തിരിച്ചു വരികയായിരുന്നു. തിരിച്ച് വരുന്ന അവസരത്തിൽ അന്ന് താമസിക്കുന്നത് തിരിച്ചു വരുന്ന പെരിന്തൽമണ്ണ മറ്റോ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു മുരളിക്ക്. അങ്ങനെ എന്തോ ആണ്. രാത്രിയിൽ ഷൊർണൂരേക്ക് തിരിച്ചു വരിക, ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വരുന്ന അവസരത്തിൽ പാതിരാത്രിയായി, 2 മണിയെ കഴിഞ്ഞു. ഏതാണ്ട് പെരിന്തൽമണ്ണ ആ ഭാഗത്ത് എവിടെയോ വന്നപ്പോൾ ഞങ്ങൾ വന്ന ഒരു അംബാസഡർ കാറാണ്, അത് കേടായി. രാത്രി എന്ത് ചെയ്യും? അവിടെ നിൽക്കുകയാണ്. ഒരു തരത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഞങ്ങളിറങ്ങി റോഡിൽ വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു വാഹനം വന്നു, കൈ കാണിച്ചു. രാത്രി റോഡിൻ്റെ അരികിൽ നിന്ന് കൈ കാണിച്ചാൽ പലപ്പോഴും വണ്ടി നിർത്തുകയില്ല. ആരാണ്, അപകടകാരികൾ വല്ലതും ആണോന്നറിയാതെ അവർ വണ്ടി വിട്ടുപോയി. പിന്നെ ഒരു വണ്ടി വന്നപ്പോൾ അയാൾ വണ്ടി കൈ കാണിച്ചപ്പോൾ നിർത്തി. അപ്പോൾ ഞങ്ങൾ മുരളിയെ കണ്ടപ്പോൾ മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, എന്തെങ്കിലും തരത്തിലും സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറഞ്ഞു, തൊട്ടടുത്ത് ഞാൻ പോയിട്ട് ടാക്സി കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ ഞാൻ വണ്ടി പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് പോയിട്ട് ടാക്സി പറഞ്ഞു വിട്ട് വെളുപ്പാങ്കലമായപ്പോൾ ഞങ്ങൾ തിരിച്ച് ഷൊർണൂരെത്തി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ സമയം പാതിരാത്രിയിൽ വണ്ടി കിട്ടാതെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചു നിന്ന ഒരു സന്ദർഭം ഞാനിപ്പോൾ ഓർക്കുന്നു.
ഇന്നിപ്പോൾ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും നൂറുകണക്കിന് വാഹനങ്ങളാണ്, കാറുകളാണ് നമ്മുടെ സിറ്റിയിൽ തന്നെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിത്യേന ഒരുപാട് റോഡ് അപകടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നത്ര കുറച്ചുകൂടി ശ്രദ്ധിച്ചും സാവകാശവും വാഹനം ഓടിക്കണമെന്നാണ്. പ്രത്യേകിച്ച് 2 വീലർ ഓടിക്കുന്ന കുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികൾ. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, അന്തം വിട്ട് നിന്ന് പോയിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഇടയിലൂടെയൊക്കെ എങ്ങനെയോ കടന്നു കയറി പോവുകയാണ്. എത്രയോ ജീവനുകളാണ് ഈ റോഡ് അപകടങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് വളരെ വിലപ്പെട്ട ജീവനുകൾ പലതും റോഡ് അപകടങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആളുകളുടെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. വളരെ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, നമ്മൾ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ടും അപകടം ഒഴിവാകില്ല, എങ്കിലും വളരെ ശ്രദ്ധിച്ച് കരുതലോടെ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവൻ രക്ഷിക്കണം എന്ന താല്പര്യത്തോടു കൂടി, ഒരു അപകടവും സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണമെന്നാണ് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് കൗമുദി. സാജൻസ് കോസ്റ്റ്യൂം കർട്സി, മെൻസ് വേൾഡ്, ബാലരാമപുരം.